ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ പ്രിവ്യൂവിൽ കണ്ടുപോയ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സോങ് ആഡ് ചെയ്യുക, പിന്നെ ടെക്സ്റ്റ് ആ സോങ്ങിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യുക. ഇനി ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ മതി. സോ അത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് വേണ്ട ആപ്ലിക്കേഷനാണ് നോഡ് വീഡിയോ എഡിറ്റർ. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പിന്നെ 2 ആപ്ലിക്കേഷൻ ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തതാണ് കേട്ടോ. സോ നോഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ന്യൂ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓറഞ്ച് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മീഡിയ, അതിൽ വീഡിയോ, ദെൻ നിങ്ങളുടെ ഗാലറി ആൽബംസ് ഓപ്പൺ ആവും. അവിടെ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. സോ ആഡ് ചെയ്തതിന് ശേഷം അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, താഴെ വൈറ്റ് ബാറിൽ ഒരു പ്ലസ് ബട്ടൺ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെർച്ച് ഐക്കൺ ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഗ്ലോ എഫക്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഗ്ലോ ഒന്ന് സെർച്ച് ചെയ്യാം. അതിൽ ഗ്ലോ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് പ്രിവ്യൂ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലിറിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്ലോയിങ് വൈറ്റ് എഫക്റ്റ് വന്നിട്ടുണ്ട്. സോ നമുക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ കളർ വെച്ചിട്ട് മാറ്റാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെയിൻ ഡ്രോപ്പ് എഫക്റ്റ് ആണ്. സോ ജസ്റ്റ് റെയിൻ അടിച്ചാൽ മതി. അപ്പോൾ ഇതിന് റെയിൻ ഡ്രോപ്സ് വരും. അത് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും അവിടെ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. സ്റ്റാറ്റിക് 1, 2 അതുപോലെ ട്രെയിൽ 2 എന്നുണ്ട്. അത് രണ്ടുമാണ് മഴത്തുള്ളി അതുപോലെ ഡ്രോപ്സും പിന്നെ മഴ പെയ്യുന്ന ഒരു എഫക്റ്റൊക്കെ പാടെ വരുന്നത് അതിലാണ്. സോ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവിടെ റൂട്ട് എന്നുണ്ടാവും. റൂട്ടിൽ എക്സ്പോർട്ട് കൊടുക്കാം. എക്സ്പോർട്ടിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ ഹൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അതുപോലെ ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഫ്രെയിം റേറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം താഴെ ഒരു ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ എക്സ്പോർട്ട് ആവും. മ്യൂസിക് ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ അലൈറ്റ് മോഷനിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് മ്യൂസിക് ഓൾറെഡി ഇതിലുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈ ഒരു എഫക്റ്റ് ചെയ്യാമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.